നമ്മുടെ മെത്രാന്മാർ പറയുന്നു, ഫ്രാൻസിസ് മാർപ്പാപ്പ സിനഡാലിറ്റി എന്നുള്ള വാക്ക് കൊണ്ടുവന്നു. മെത്രാന്മാർ ജനങ്ങളുടെ ഒപ്പം നടക്കണം, വൈദികരുടെ ഒപ്പം നടക്കണം, സന്യസ്തരുടെ ഒപ്പം നടക്കണം. സീറോ മലബാർ സഭയുടെ സിനഡ് അംഗങ്ങൾ പറയും അവർക്ക് സിനഡാലിറ്റി. അവർ മാർപ്പാപ്പയുടെ പേർ നാഴികയ്ക്ക് 40 വട്ടവും ഈ 50-50 കുർബാനയ്ക്ക് വേണ്ടിയിട്ട് അവർ പറയും. പക്ഷെ സിനഡാലിറ്റി, ഒപ്പം നടക്കൽ അവർക്കില്ല. അവർ ആരെയാണ് ഒപ്പം നടക്കുന്നത്? അവർ ഒപ്പം നടക്കുന്നത് ഇപ്പോൾ ഞങ്ങളുടെ അതിരൂപതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ട കൂരിയ ഒരു ക്രിമിനൽ കൂരിയാക്കി മാറ്റിയിട്ട് അവർ ക്രിമിനലുകളുടെ കൂടെ നടക്കുകയാണ്. അങ്ങനെ ക്രിമിനലുകളുടെ കൂടെ നടക്കുന്നവരെ നമുക്കങ്ങനെ സ്വീകരിക്കാൻ പറ്റും? കത്തോലിക്ക തിരുസഭയിലെ മെത്രാന്മാർ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു ആടുകളുടെ മണം ഉണ്ടാകണമെന്ന്. പക്ഷെ ഇപ്പോൾ നേരത്തെ പറഞ്ഞു ആടുകളുടെ മണത്തിന് പകരം വേറെ പല മണങ്ങളുമാണ്. ഇന്ന് നമുക്ക് ഒരു പിടി കിട്ടുന്നില്ല. എന്താണ് സത്യം? എന്താണ് നീതി? എന്താണ് കാരുണ്യം? എന്താണ് സ്നേഹം? ഈ ഭാഷയൊന്നുമല്ല നമ്മുടെ സിനഡപിതാക്കന്മാർ ഇപ്പോൾ പറയുന്നത്. അവരുടെ മുമ്പിൽ ഒരൊറ്റ ലക്ഷ്യമുള്ളൂ. ആ ലക്ഷ്യത്തിന് വേണ്ടി എന്തും പറയും. പ്രിയമുള്ളവരെ, നമ്മുടെ പ്രിയപ്പെട്ട ജോയ് സച്ചൻ ഇന്നിവിടെ ഇങ്ങനെ ഒരു നിരാഹാര പ്രാർത്ഥനയജ്ഞം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വാട്സാപ്പിൽ അവർ അച്ഛനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അവർ ആരോപണങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തെല്ലാം ആരോപണങ്ങളാണ്. എന്നിട്ട് അവർ പറയുക, ഞങ്ങൾ അവിടെ അങ്കമാലിയില് പോലീസുകാരെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഇന്റലിജൻസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, പിന്നെ സർക്കാർ സംവിധാനങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്തിനാ? പൊട്ടന്മാരാണ് ഇവര്, തികച്ചും പൊട്ടന്മാരാ. കാരണം എന്താ പറയാ, നമ്മുടെ ലക്ഷ്യം പൊതുവോരത്ത് നടത്തുന്നത് പോലീസ് കേൾക്കാൻ വേണ്ടിയിട്ടാ, ഭരണാധികാരികൾ കേൾക്കാൻ വേണ്ടിയിട്ടാ, പൊതുസമൂഹം കേൾക്കാൻ വേണ്ടിയിട്ടാ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. അത് നാഷണൽ തലത്തിലും ഇന്റർനാഷണൽ തലത്തിലും എല്ലാവരും കേൾക്കണം. എല്ലാ ഇന്റലിജൻസുകാരും ഇത് റിപ്പോർട്ട് ചെയ്യണം. ആ ലക്ഷ്യമാണ് നമ്മുടേത്. അതിനുവേണ്ടിയാണ് ഇത് പൊതുവോരത്ത് നടത്തുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇത് ഈ പ്രാർത്ഥന, നിരാഹാര പ്രാർത്ഥന യജ്ഞം, ഇത് പൊതുസമൂഹത്തോട് നമ്മൾ വിളിച്ചു പറയുക. നമ്മൾ ഇത്രയും നാൾ നമ്മൾ പറയും നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ ആ കുടുംബത്തിന്റെ ഉള്ളിൽ തീർക്കണമെന്ന്. പക്ഷെ ഉള്ളിൽ തീരുന്നില്ല. അല്ലെങ്കിൽ ഉള്ളിൽ തീർക്കാനായിട്ട് മുൻകൈ എടുക്കേണ്ടവർ അവർ അത് തീർക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർ ഓരോ സിനഡ് കഴിയുമ്പോഴും അത് പഴിപ്പിച്ചുകൊണ്ടിരിക്കുക, ആ വ്രണത്തെ പഴിപ്പിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ലോകത്തിൽ ഇങ്ങനെ ഒരു കാര്യം കണ്ടിട്ടില്ല. ഒരു പ്രശ്നമുണ്ടായാൽ അത് പരിഹരിക്കുന്നതിന് പകരം ഈ സിനഡ് മെത്രാന്മാർ കൂടി അതിനെ പഴിപ്പിച്ച് അത് പൊട്ടി ഒലിപ്പിക്കുക. എന്നിട്ട് കൂടുതൽ ഇടവകകളിൽ, കൂടുതൽ സമൂഹങ്ങളിൽ പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്. ഓരോ സിനഡ് കഴിയുമ്പോഴും നമ്മൾ മറ്റൊരു പ്രശ്നത്തിലേക്ക് പോവുകയാണ്. കുരുക്കുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാ ജോയ്സ് അച്ഛൻ ഇന്നിവിടെ ഇങ്ങനെ ഒരു നിരാഹാര പ്രാർത്ഥന യജ്ഞത്തിനായിട്ട് ചങ്കൂറ്റത്തോടുകൂടി മുന്നോട്ട് വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞങ്ങൾ അച്ഛന്മാർക്ക്, നിങ്ങൾ വിചാരിക്കും അച്ഛന്മാർക്ക് വേറെ പണിയില്ലെന്ന്. തീർച്ചയായിട്ടും ഞങ്ങൾ അച്ഛന്മാർക്ക് സ്വസ്ഥമായിട്ട് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യമൊക്കെ ചെയ്ത് സുഖമായിട്ട് പള്ളിമേടയിൽ കിടന്നുറങ്ങാം. അത് ഞങ്ങൾക്കൊരു കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ ഉറങ്ങാൻ പറ്റുന്നില്ല, അങ്ങനെ കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല. കാരണം എന്റെ സഭയിൽ, ഞാൻ ക്രൂശിതനായ ക്രിസ്തുവിന് വേണ്ടി എന്നെ തന്നെ സമർപ്പിച്ചു വന്ന സഭയിൽ സത്യം ഞാൻ കാണുന്നില്ല, നീതി ഞാൻ കാണുന്നില്ല, കാരുണ്യം ഞാൻ കാണുന്നില്ല, സമാധാനം ഞാൻ കാണുന്നില്ല. അപ്പോൾ എനിക്ക് എന്റെ ജീവിതത്തിൽ എന്തർത്ഥമാണുള്ളത്? അർത്ഥരഹിതമായ ജീവിതം നയിക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ തയ്യാറല്ല. ഞങ്ങൾ ക്രൂശിതനായ ക്രിസ്തുവിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ജീവിതം സമർപ്പിച്ചതെങ്കിൽ ഞങ്ങൾ ഒരു റോയൽ പ്രീസ്റ്റ്ഹുഡിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ ജീവിതം സമർപ്പിക്കുന്നത്. എന്ന് പറയുന്നത് രാജകീയ പൗരോഹിത്യം. അങ്ങനെ ഒരു രാജകീയ പൗരോഹിത്യമല്ല ക്രിസ്തുവിൻ്റെത്. ഈ രാജകീയ പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ എല്ലാ വേഷവിധാനങ്ങളും ഒക്കെ എടുത്ത് ഇട്ടിങ്ങനെ നടന്ന്, വലിയ കാറിലൊക്കെ നടന്ന് എല്ലാവരും തൊട്ടുമുട്ടി പോകുന്ന രാജകീയ പൗരോഹിത്യമല്ല. അവനെ കണ്ടപ്പോൾ അവർ കാർത്തിച്ച് തുപ്പിയെന്ന ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ അനുധാവനം ചെയ്യുന്ന ക്രിസ്തു, ഞങ്ങൾ ഞങ്ങളുടെ പൗരോഹിത്യം സമർപ്പിച്ച ക്രിസ്തു,
അങ്ങനെ ഒരു രാഷ്ട്രീയ പുരോഹിതനല്ലായിരുന്നു, മറിച്ച് കുരിശിൽ നഗ്നനായിട്ട് തൂങ്ങി നഗ്നനായ രണ്ട് കള്ളന്മാരുടെ നടുവിൽ മുഖം ചതഞ്ഞരഞ്ഞ് അവനെ കണ്ടപ്പോൾ അവർ അവജ്ഞയോടെ കാർത്തിച്ച് തുപ്പുന്ന രീതിയിൽ, അതുകൊണ്ട് ഞങ്ങളുടെ മുഖം വികൃതമായാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല, സത്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ, നീതിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ. അതുകൊണ്ടാണ് അങ്കമാലി കല്ലറയിൽ ഞങ്ങളുടെ 7 സഹോദരന്മാർ അന്ന് അധികാര ദുർവിനിയോഗത്തിനെതിരെയാണ് അവർ പടവെഴുതിയതെങ്കിൽ, ഇന്ന് സഭയ്ക്കുള്ളിലെ അധികാര ദുർവിനിയോഗത്തിനെതിരെയാണ് അങ്കമാലി കല്ലറയിൽ നിന്നും നമ്മൾ ആരംഭിച്ച ഈ നിരാഹാര പ്രാർത്ഥനയുടെ നമ്മൾ മുൻപിന്റെ ലക്ഷ്യം അത് തന്നെയാണ്. അധികാരം എന്തിനാണ്? അധികാര ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതേപോലെ മാർപ്പാപ്പ തന്നെ പറയുന്നത് എന്താ? ദാസന്മാരുടെ ദാസനാണ് ഒരു മാർപ്പാപ്പ. നമ്മൾ ഒരു പദം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം, ഈ ജനാധിപത്യത്തിൽ മിനിസ്റ്റർ എന്ന പദമുണ്ട്, മന്ത്രി. മിനിസ്റ്റർ എന്ന പദത്തിന്റെ മീത്രാര എന്നുള്ള ലത്തീൻ വാക്കാണ്. എന്താ അർത്ഥം എന്നറിയാം? ശുശ്രൂഷ ചെയ്യുന്നവൻ. ഇത് നമുക്ക് ഇന്ന് അർത്ഥം കിട്ടുന്നുണ്ടാണ്. ബിഷപ്പ് എന്ന് പറയുന്നതിന്റെ അർത്ഥവും ഇത് തന്നെയാണ്. മറ്റുള്ളവർക്ക് ദാസ്യവേല ചെയ്യുന്നവനാണ്. പക്ഷെ ഇന്ന് അർത്ഥം കിട്ടുന്നുണ്ടാ? അർത്ഥമില്ലാതായി ഈ പദങ്ങൾക്കൊക്കെ, അല്ലെങ്കിൽ അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള അർത്ഥങ്ങളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ പൗരോഹിത്യം, നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്ന ആ ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ സത്യം, അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സത്യഗ്രഹം. ഇത് പണ്ട് സത്യാഗ്രഹം എന്നാ പറയുന്നത്. സത്യാഗ്രഹി, സത്യം ആഗ്രഹിക്കുന്നവരെന്ന് സത്യഗ്രഹം എന്നാ പറയുന്നത്. ഇത് ജോത്സത്യൻ സത്യം ഗ്രഹിച്ചിട്ട് ആ സത്യം നമുക്ക് കണ്ണു തുറന്നു നോക്കുമ്പോൾ അതെങ്ങും കാണുന്നില്ല. ഞാൻ ഉൾക്കൊള്ളുന്ന സഭയിൽ അത് കാണുന്നില്ല. അതുകൊണ്ട് ഈ സത്യത്തെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയിട്ട് നിരാഹാരം കെടുക്കുന്നു. ചിലപ്പോൾ